എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ റുവാക്കുട്ടിയുടെ പ്രീ ബർത്ത്ഡേ ഷൂട്ടിൻ്റെ BTS ആണ് കേട്ടോ. ഈ മാസം 17-ാം തീയതി റുവാക്കുട്ടിക്ക് 1 ഇയർ ആവുകയാണ്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ പ്രമാണിച്ചൊരു പ്രീ ബർത്ത്ഡേ ഷൂട്ട് നടത്താമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി ബെൻഡോ കേക്ക് പോയി കളക്ട് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. എൻ്റെ അനിയത്തെയും കൂടെ പിക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഞാനും കാക്കായും കാക്കയുടെ സിസ്റ്ററും അതുപോലെ എൻ്റെ അനിയത്തിയും റുവാക്കുട്ടിയും മാത്രമാണ് കേട്ടോ പോകുന്നത്. ഇന്നൊരു ശനിയാഴ്ചയായിരുന്നു. അതുമാത്രമല്ല വെക്കേഷനും കൂടിയാണല്ലോ, അതുകൊണ്ട് നല്ല രീതിയിൽ കോളത്ത് തിരക്കുണ്ടായിരുന്നേ. നമ്മൾ കോളത്ത് ഹവ്വ ബീച്ചിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. കാരണം അവിടെ കൂടുതൽ ബീച്ച് സൈഡ് ഉണ്ട്, ബാക്കി എല്ലായിടത്തും കടൽ നല്ല രീതിക്ക് കയറി കിടക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി, നമ്മൾ ബീച്ചിലേക്ക് നടക്കുവാണ്. കാരണം നമുക്ക് അടുത്തൊന്നും പാർക്കിംഗ് കിട്ടിയില്ല, കുറേ ദൂരം ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ നടന്നു പോയിട്ടുണ്ടായത്. റുവാക്കുട്ടിയും നമ്മളും ഇന്നൊരു ബ്ലാക്ക് തീമിലാണ് കേട്ടോ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നടന്ന് ബീച്ചെത്തി. ബീച്ച് നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമായിരുന്നു കേട്ടോ ക്രൗഡ്. നമ്മൾ ഏതൊരു ഫ്രെയിം നോക്കിയാലും അതിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് നടന്ന് തിരഞ്ഞ് അവസാനം നമ്മളൊരു സ്പോട്ട് ഫിക്സ് ചെയ്തു കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചതുപോലത്തെ ഒരു ഫ്രെയിം അല്ല, ബട്ട് നമ്മൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, വേറെ നമുക്ക് വഴിയില്ല. സോ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഫോട്ടോസ് എടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ റുവാക്കുട്ടി ഇരുത്തി ഫോട്ടോസ് എടുക്കുവാണ്. റുവാക്കുട്ടി സഹകരിച്ചോ എന്ന് ചോദിച്ചാൽ അവൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായി. അപ്പോൾ സൺസെറ്റിന് മുമ്പേ നമുക്ക് പറ്റുന്നത്ര ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുക, നമുക്ക് പോവുക, അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ട ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഞാനും റുവാക്കുട്ടി ഇന്ന് ഇട്ടിട്ടുള്ള ഈ 2 ഡ്രസ്സും നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായതാണ്. ഇതിൻ്റെ ലിങ്കെല്ലാം ഉൾപ്പെടുത്തി ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോസ് എടുക്കുവാണ്. ഇന്നത്തെ ഫോട്ടോഷൂട്ട് അങ്ങനെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടല്ല, കാരണം നമ്മൾ ഫോണിലാണ് ഫോട്ടോ എടുക്കുന്നത്. കാക്ക യൂസ് ചെയ്യുന്നത് Vivo 200 Pro ആണ് കേട്ടോ. ആ ഫോണിൽ അത്യാവശ്യം നല്ല ക്യാമറയാണ്. സോ നമ്മൾ അതിലാണ് ഫോട്ടോസ് എടുക്കുന്നത്. പിന്നെ ഈ ഒരു ഫോയിൽ ബലൂണും അവളുടെ തലയിരിക്കുന്ന ക്രൗണും പിന്നെ നമ്മളെ ഡ്രസ്സും മാത്രമാണ് നമ്മളിതിൽ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിയത്. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുവാണ്. റുവാക്കുട്ടി വലിയ പ്രശ്നമൊന്നുമില്ല, സഹകരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഫോട്ടോഷൂട്ട് ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കുറേയായി. റുവാക്കുട്ടിയുടെ എല്ലാ മൈൽ സ്റ്റോൺസും ഞാൻ പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി എന്നെക്കൊണ്ട് പറ്റുന്നത്ര മാക്സിമം നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഈ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് റെഫറൻസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് എന്ത് പിക്ക് എടുക്കണം, എങ്ങനെ പോസ് ചെയ്യണം, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന റെഫറൻസ് നോക്കിയിട്ട് നമ്മൾ പോസ് ചെയ്ത് പിക്സ് എടുക്കുവാണ് കേട്ടോ. ഞാനും കാക്കായും എടുത്തു കഴിഞ്ഞിട്ട് കാക്കയുടെ അനിയത്തിയും അതുപോലെ എൻ്റെ അനിയത്തിയും കുറച്ച് പിക്ക് എടുക്കാൻ വേണ്ടി ഇരിക്കുവാണേ. അങ്ങനെ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് റുവാക്കുട്ടിയെ കുറച്ച് എനർജറ്റിക് ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ റുവാക്കുട്ടിയുടെ ഡാൻസ് എല്ലാം കണ്ടിട്ട് അവിടെ ബീച്ചിൽ നിന്ന് കുറച്ച് പേരൊക്കെ വന്ന് റുവാക്കുട്ടിയുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നേ. അവൾക്ക് ഇപ്പോൾ ഇറങ്ങിയ മറ്റേ കണ്ണീമ എന്ന് പറയുന്ന സോങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ പാട്ട് കേട്ടാൽ അവൾ എവിടെ നിന്നാലും തുള്ളും. അങ്ങനെ സൺസെറ്റൊക്കെ ആയി നമ്മൾ പേക്കപ്പ് ചെയ്യുവാണ്. ഇനി ഇവിടെ നിന്നൊരു ഫോട്ടോഷൂട്ട് ഇല്ല കേട്ടോ. നമ്മൾ കുറച്ച് ബീച്ചിലോട്ട് ഇറങ്ങി നിന്ന് ഫോട്ടോസ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആ തുണിയും അതുപോലെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ ബാഗിലേക്ക് കുത്തി നിറയ്ക്കുവാണ്. ഈ ഒരു ബാഗ് ഉള്ളത് കൊണ്ട് എനിക്കെല്ലാം കറക്റ്റ് കൊണ്ടുവരാൻ പറ്റി കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ഫോട്ടോസ് ബീച്ച് സൈഡിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ റെഫറൻസ് എടുത്ത് വെച്ചതിൽ അങ്ങനെ കുറച്ച് പിക്സ് ഉണ്ട്, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ പിക്കൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം സൺസെറ്റ് ആയല്ലോ, സൺസെറ്റ് കഴിഞ്ഞു, ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായി. അപ്പോൾ നമുക്കങ്ങനെ നല്ല പിക്കൊന്നും കിട്ടിയില്ല. കുഴപ്പമില്ല, നമ്മൾ മറ്റേ സൈഡിൽ നിന്ന് നല്ല പിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും ബീച്ചിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. വെക്കേഷൻ്റെതായിരിക്കാം. 7 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഇങ്ങനെ ആൾക്കാർ കോളത്തോട്ട് വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു ഐസ്ക്രീം കുടിക്കാമെന്നുള്ള പ്ലാനിൽ നടക്കുവാണേ. അങ്ങനെ ഓരോരുത്തരും ഇഷ്ടമുള്ള ഫ്ലേവേഴ്സൊക്കെ പറഞ്ഞ് നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ പോവുകയാണ്. അതിന് മുന്നേ നമ്മൾ എടുത്ത ഫോട്ടോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുവാണ് കേട്ടോ. നല്ല ഫോട്ടോസും ഉണ്ട്, അതുപോലെ നല്ല അലിമ്പ് ഫോട്ടോസും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഐസ്ക്രീം സ്റ്റോളിൻ്റെ അടുത്തെത്തി. അങ്ങനെ എല്ലാവരും ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കുടിക്കുവാണ്. ഇനി നമുക്ക് വേറെ പ്രത്യേകിച്ച് പ്ലാൻസൊന്നുമില്ല. നേഷുവിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം, എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനാണ് കേട്ടോ പ്ലാൻ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് നേരം അവിടെ കാറ്റൊക്കെ കൊണ്ടിരുന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയേ.
എൻ്റെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അനിയത്തി റുവാക്കുട്ടിയെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ടായി. കാരണം അവൾ കേക്കൊക്കെ ദേഹത്ത് നല്ല രീതിയിൽ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ആ സമയം കൊണ്ട് കേക്കിനെ കുറച്ച് വാവയ്ക്കും അതുപോലെ നെയ്ഷൂനും ഒക്കെ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഉമ്മ ഇന്ന് നല്ല ഫിഷ് ബിരിയാണി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉമ്മയുടെ ഫിഷ് ബിരിയാണിയുടെ വലിയ ഫാനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഉമ്മ എനിക്കൊരു പ്ലേറ്റ് കൊണ്ടുവന്നു, അങ്ങനെ ഞാൻ അത് കഴിക്കുവാണ്. എന്നിട്ട് നമ്മൾ നെയ്ഷൂനെ അവിടെ ആക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ റുവായുടെ പ്രീ ബർത്ത്ഡേ ഷൂട്ടിൻ്റെ ഒരു BTS വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.